ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT ആണ്. SCERT 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 7ാമത്തെ അധ്യായമാണ്. അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ്, സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ഇന്നലെ നമ്മൾ പഠിച്ചത് SCERT തന്നെയാണ്. SCERTയിൽ 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഭൂപടങ്ങൾ വായിക്കാം എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചത്. നന്നായി റിവൈസ് ചെയ്തു, നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. 7ാമത്തെ അധ്യായം, സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ഓക്കെ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. അപ്പോൾ എന്താണ് ഉൽപ്പാദനം? ഒന്നാമത്തെ പോയിന്റ്, എന്താണ് ഉൽപ്പാദനം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അത്യാഗ്രഹമല്ല, ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദനത്തിനാവശ്യമായ ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉൽപ്പാദനത്തിനാവശ്യമായ ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്താണ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞതും ആഡം സ്മിത്താണ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? ആഡം സ്മിത്താണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായ ആഡം സ്മിത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1723 മുതൽ 1790 അദ്ദേഹം ജനിച്ചത് 1723, അന്തരിച്ചത് 1790. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ വ്യക്തിയാണ് ആഡം സ്മിത്ത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് എന്നതാണ് ആൻസർ. ഓക്കെ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്താണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റെയാണ്. ഇദ്ദേഹത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം സ്മിത്തിൻ്റെയാണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ച കൃതിയാണ്. ഏത്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ച് പങ്കുവച്ച കൃതിയാണ് ഇത്. ലേസേഫർ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയും ആദം സ്മിത്താണ്. ലേസേഫർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആദം സ്മിത്താണ്. ലേസേഫർ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ലേസേഫയർ സിദ്ധാന്തം. എന്താണ് ലേസേഫയർ സിദ്ധാന്തം? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറയ്ക്കണം, പരിമിതപ്പെടുത്തണം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്, ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കണം, കൂടുതൽ പ്രാധാന്യം നൽകണം. ഈ ആശയമാണ് ലേസേഫയർ സിദ്ധാന്തം. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകുകയും ബാക്കി ഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാറൽ മാർക്സ് വിശേഷിപ്പിച്ചത് മിച്ചമൂല്യം എന്നാണ്. മിച്ചമൂല്യത്തിൻ്റെ ഇംഗ്ലീഷ് സർപ്ലസ് വാല്യൂ. എന്താണ് സർപ്ലസ് വാല്യൂ അഥവാ മിച്ചമൂല്യം എന്നതുകൊണ്ട് കാറൽ മാർക്സ് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായ ഉൽപ്പന്നം, അല്ലേ? തൊഴിലാളികൾ അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നം. ആ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകും. എന്നിട്ട് ബാക്കി മാക്സിമം സിംഹഭാഗം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റും. ഇതാണ് മിച്ചമൂല്യം എന്ന് പറയുന്നത്. കാറൽ മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് മൂലധനം എന്ന കൃതിയിലൂടെയാണ്. മൂലധനം എന്ന കൃതി ആരുടേതെന്ന് ചോദിച്ചാൽ കാറൽ മാർക്സിൻ്റെയാണ്. കാറൽ മാർക്സ് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമായി കണ്ടത് തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമായി കാറൽ മാർക്സ് കണ്ടത് എന്തിനെയാണ്? തൊഴിലാളികളുടെ അധ്വാനമാണ്. ഇദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. കാറൽ മാർക്സിൻ്റെ സ്വപ്നം എന്തെന്ന് വെച്ചാൽ, ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയുള്ള ഒരു സമൂഹം,
ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയുള്ള ഒരു സമൂഹം ആരുടെ സ്വപ്നമായിരുന്നു? കാറൽ മാർക്സിൻ്റെ സ്വപ്നമായിരുന്നു. അത് നടക്കുന്ന കാര്യമാണോ? അല്ലല്ലേ. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയുള്ള ഒരു സമൂഹം എന്നത് കാറൽ മാർക്സിൻ്റെ സ്വപ്നമായിരുന്നു. കാറൽ മാർക്സ് ജനിച്ചത് 1818-ലും അദ്ദേഹം അന്തരിച്ചത് 1883-ലുമാണ്. കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, ജീവിത കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ 1818 മുതൽ 1883 വരെയാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആൽഫ്രഡ് മാർഷലിൻ്റെയാണ്. ആൽഫ്രഡ് മാർഷൽ രചിച്ച പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്നത്. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ആൽഫ്രഡ് മാർഷലിൻ്റെയാണ്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് സമ്പത്ത് അത്യധികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും, എന്താണ്? സമ്പത്ത് അത്യധികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ്? ആൽഫ്രഡ് മാർഷലിൻ്റെ ആശയം എന്താണ്? സമ്പത്ത് അത്യധികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും ഉള്ള ആശയമാണ് ആൽഫ്രഡ് മാർഷൽ മുന്നോട്ട് വെച്ചത്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞു, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആൽഫ്രഡ് മാർഷലിൻ്റെയാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചത്. ഏതാശയം? സമ്പത്ത് അത്യധികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, ഇതെല്ലാം ഏതിനകത്ത് വരും? സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് വരും. ഇതിനെയൊക്കെ കുറിച്ചുള്ള പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ്രഡ് മാർഷൽ ജനിച്ചത് 1842-ലാണ്. അദ്ദേഹം അന്തരിച്ചത് 1924-ലാണ്. അപ്പോൾ ആൽഫ്രഡ് മാർഷലിൻ്റെ ജീവിത കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ 1842 മുതൽ 1924 വരെയാണ്. ബ്രിട്ടനിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വ്യക്തിയാണ് ലയണൽ റോബിൻസ്. ഇദ്ദേഹത്തിൻ്റെ 1-2 പോയിന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലയണൽ റോബിൻസ് ഏത് രാജ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിലെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന അടിസ്ഥാന ആശയം മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വർദ്ധിച്ച ആവശ്യങ്ങളും അല്ലെങ്കിൽ അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന അടിസ്ഥാന ആശയം മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. അതായത് ആവശ്യങ്ങൾ കൂടുതലാണ്, പക്ഷേ വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ഈ ആശയം മുന്നോട്ട് വെച്ചത് ലയണൽ റോബിൻസ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റാണ്, പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ്. ഇത് പറഞ്ഞതാരാണ്? ലയണൽ റോബിൻസ്. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ലയണൽ റോബിൻസിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1898 മുതൽ 1984 വരെയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച പോൾ എ സാമുവൽസൺ ഏത് രാജ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമുവൽസൺ. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയാണ്. പുതിയ ആശയങ്ങൾ ഏത് കാലഘട്ടത്തിൽ? 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമുവൽസൺ. ആ പോയിന്റ് ഒരിക്കൽ കൂടെ: ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമുവൽസൺ. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ എ സാമുവൽസന്റെ ജീവിത കാലഘട്ടം 1915 മുതൽ 2009 വരെയാണ്.
ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. മൗര്യ സാമ്രാജ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ഈ മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ചാണക്യനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. മഗധ എന്ന രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് ഈ ചാണക്യനാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ഈ മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. മഗധ എന്ന രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് ചാണക്യനാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമായ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ചാണക്യനാണ്. അപ്പോൾ അർത്ഥശാസ്ത്രം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബുക്കാണ്. ആ ഗ്രന്ഥം രചിച്ചത് ചാണക്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് BC 370 മുതൽ 283 വരെയാണ്. BC 370 മുതൽ 283 വരെയാണ് ചാണക്യൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ജനിച്ചത് 1825 അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1825 മുതൽ 1917 വരെയാണ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് ചോർച്ചാ സിദ്ധാന്തം അല്ലേ. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും തൻ്റെ സിദ്ധാന്തത്തിലൂടെ ചൂണ്ടിക്കാട്ടിയത് ദാദാഭായ് നവറോജിയാണ്. ഈ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും തൻ്റെ സിദ്ധാന്തത്തിലൂടെ ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഈ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സമ്പത്ത് ചോർന്നു പോകണമല്ലോ. ഈ സമ്പത്ത് ചോർന്നു പോകുന്നത് ഏത് വഴിക്കാണ്? അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള കുറേ കാരണങ്ങളുണ്ടാവുമല്ലോ. ആ കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞ കാരണങ്ങളാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ നടന്നു വന്നിരുന്ന കാരണങ്ങളാണ് സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക്, ഇന്ത്യക്കാർക്കല്ല, ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എമൗണ്ട് അങ്ങനെ പോയിരുന്നു. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി. അതായത് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വളരെ ചെറിയ വില നൽകും. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് തുച്ഛമായ വില നൽകി വാങ്ങും. എന്നിട്ട് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല ഉയർന്ന വിലയ്ക്ക് വിൽക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയിൽ വാങ്ങുകയും അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വലിയ വിലയിൽ വിൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ സമ്പത്തിനെ ചോർത്തിയെടുക്കുന്ന വേറൊരു രീതിയായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സമ്പത്ത് അവർ കൊള്ളയടിക്കുകയും ചെയ്തു. പിന്നെ ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ സമ്പത്തിനെ അവർ ചോർത്തിയെടുത്തത്. ഇതാണ് ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയാണ് ഇത് അവതരിപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത്. ബ്രിട്ടീഷ് ചൂഷണത്തെക്കുറിച്ച് വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്ര ദത്ത്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും ഇന്ത്യയെ തകർത്തു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും ഇന്ത്യയെ തകർത്തു എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത്. അതുപോലെ ഗാന്ധിജിയുടെ അഭിപ്രായമാണ് ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന തരത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്.
അതായത് ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലില്ല, പകരം 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന തരത്തിൽ വിതരണം ചെയ്യലാണ്. ആരുടെ അഭിപ്രായമാണ്? ഗാന്ധിജിയുടെ അഭിപ്രായമാണ്. അപ്പോൾ നമ്മുടെ ദാദാഭായ് നവറോജിക്ക് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരുപാട് ആശയങ്ങൾ നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദ് സ്വരാജാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ പാഠത്തിൽ തന്നെ എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അധ്യായമാണ്. മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രത്തിലെ മറ്റു പോയിന്റുകളൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. SCERT പോയിന്റുകൾ മാത്രമാണ്, അത് ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി നമുക്ക് വഴിയെ പഠിക്കാം. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ് ഗാന്ധിജി ഹിന്ദ് സ്വരാജ് പുറത്തിറക്കിയത്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1909. അപ്പോൾ 1909 ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം ഗാന്ധിജി പുറത്തിറക്കിയത്. അപ്പോൾ ആരാണ്? ഗാന്ധിജിയാണ്. പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഏത് വർഷം പുറത്തിറക്കി? 1909. അപ്പോൾ സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴി തെളിച്ച ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചതും ഗാന്ധിജിയാണ്. ഇതും പ്രീവിയസ് ആണ്. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. ഈ ട്രസ്റ്റിഷിപ്പിൽ ഗ്രാമങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. നമുക്കറിയാം ഗാന്ധിജിയുടെ ആശയങ്ങളിൽ പ്രധാനമാണ് സത്യവും അഹിംസയും, അല്ലേ? അതിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പിലൂടെയും ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമുക്കറിയാലോ, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം മഹാത്മാഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കമാണ് ഇതിനകത്ത് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു വിശ്വാസി എന്നുള്ള രീതിക്ക് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. അപ്പോൾ മുതലാളി തനിക്ക് മാത്രമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുകയും പകരം എന്തു ചെയ്യണം? ജനങ്ങളുടെ ഒരു ട്രസ്റ്റിയായിട്ട് സമ്പത്തിനെ സൂക്ഷിക്കണം. ഈ ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല. അപ്പോൾ ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹിതം, അത്യാഗ്രഹം ഇതൊന്നും അനുസരിച്ചല്ല. ഒരു വ്യക്തിയുടെ അഭിപ്രായമോ ഹിതമോ അത്യാഗ്രഹമോ ഒന്നും അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. സമൂഹത്തിന് എന്താണോ ആവശ്യം അതാണ് ഉൽപാദനത്തിൻ്റെ സ്വഭാവമെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇതിലൂടെ ട്രസ്റ്റിഷിപ്പിലൂടെ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിന് പരിധി കൽപ്പിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ തന്നെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കാവുന്നതാണ്. അത് ഇഷ്ടം പോലെ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അതിനും ഒരു പരിധി കൽപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പ്രധാനമാണ് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക. നമുക്കറിയാം കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പ്രധാനപ്പെട്ടത്. പിന്നെ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകണം. ഗാന്ധിജിയുടെ ആശയങ്ങളാണ്, സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളാണ്. പിന്നെ സമത്വത്തിൽ അടിയുറച്ച സാമ്പത്തിക വ്യവസ്ഥ. സമത്വത്തിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കണം, അങ്ങനെയുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പിന്നെ സ്വയം പര്യാപ്തവും സ്വയാശ്രയവുമായ
പ്രാദേശിക സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമായിരിക്കണം, സ്വയം ആശ്രയമായിരിക്കണം, അല്ലേ? സ്വന്തമായിട്ട് തന്നെ ആശ്രയിക്കണം. പ്രാദേശികമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരിക്കണം. എന്തിനും ഏതിനും അന്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾ എല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കൂടുതൽ നിർത്തിയിട്ട് സ്വയം പര്യാപ്തമായിരിക്കണം, സ്വാശ്രയമായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ഇതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ കുറേ പേര് അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളാണ് JC കുമരപ്പ, ധരംപാൽ, ശ്രീമൻ നാരായൺ. ആരൊക്കെയാണ്? JC കുമരപ്പ. കുമരപ്പയെക്കുറിച്ച് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ധരംപാൽ, ശ്രീമൻ നാരായണൻ ഇവരെല്ലാം ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ സ്വാധീനിക്കപ്പെടാതിരിക്കാൻ വഴിയില്ല. കാരണം ഇത്രയും വളരെ ലളിതമായ അല്ലെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് 1998 ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് അമർത്യ സെൻ. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് അമർത്യ സെൻ. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് 1998 ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് 1998. നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ ജനിച്ചത് 1933. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 1998. അപ്പോൾ 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 7ാമത്തെ അധ്യായത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രം തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ പോയിന്റും ഇതിനകത്തുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കുക. എക്സാംസ് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്